എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം, എന്നൊന്ന് വെറുതെ വിടുമോ? ഈ വാക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഫെമിലിയർ ആയിരിക്കും അല്ലെ. പലപ്പോഴും കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയുന്ന ഒരു കാര്യമായിരിക്കും, എനിക്ക് കുറച്ച് സ്പേസ് തരുമോ, എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിടുമോ എന്നുള്ള കാര്യം. ഇത് സ്വാഭാവികമായിട്ട് ഓപ്പണപ്പായി സംസാരിക്കണം, ഷെയർ ചെയ്യണം, പറഞ്ഞ് സോൾവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ട്ണർക്കാണ് ഈ ഒരു പങ്കാളി കിട്ടിയത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും ഇത് സൊല്യൂഷൻ കണ്ടെത്തേണ്ട കാര്യമല്ലേ, ഇതെങ്ങനെ സോൾവ് ചെയ്യും, അവർക്ക് എന്നോട് അത്ര ഇഷ്ടമില്ലേ, ഞാനുമായി അകന്നു പോയോ, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണോ സന്തോഷം കിട്ടുന്നത്, എന്നാൽ പിന്നെ എപ്പോഴും ഒറ്റയ്ക്ക് തന്നെ ഇരുന്നോട്ടെ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കൂടുതലായിട്ട് ആഴത്തിൽ ആലോചിച്ച് വിഷമിക്കാറുണ്ട്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, ഇത് നിങ്ങളോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടോ ആ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടോ ഒന്നുമല്ല. അവിടെ സിംപ്ലി നമുക്കിപ്പോൾ ഓപ്പണായി ഷെയർ ചെയ്യുന്ന സമയത്താണ് അല്ലെങ്കിൽ ഓപ്പൺ അപ്പ് ആവുന്ന സമയത്താണ് സമാധാനം കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ, മറിച്ച് നിങ്ങളുടെ പാർട്ട്ണർക്ക് കുറച്ചു നേരം ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുമ്പോൾ ഒരു സ്പേസ് കൊടുത്ത് സൈലൻ്റായി ഇരിക്കുന്ന സമയത്തായിരിക്കാം അവർ തന്നെ ഒരു സൊല്യൂഷനിലേക്ക് എത്തുന്നുണ്ടാവാം. സോ എല്ലാവരും യുണീക്കാണ്. മോസ്റ്റ്ലി ഇങ്ങനൊരു ക്യാരക്ടർ, ഒറ്റയ്ക്ക് ഇരിക്കണം, സൈലൻ്റായിരിക്കണം, കുറച്ചു നേരം കാമായിരിക്കണം എന്നുള്ളൊരു സ്വഭാവം കാണിക്കുന്നത് മിക്കവാറും പുരുഷനാണെങ്കിൽ കൂടിയും ഹസ്ബൻഡ് ആണെങ്കിൽ കൂടിയും ചില സാഹചര്യങ്ങൾ സ്ത്രീകൾക്കും ഇങ്ങനൊരു സിറ്റുവേഷൻ ഇങ്ങനെ തോന്നാറുണ്ട്. സോ സിംപ്ലി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഔട്ട്കം ആണെന്നുണ്ടെങ്കിൽ, സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പങ്കാളിക്ക്, നിങ്ങളുടെ പാർട്ട്ണർക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത്, ഏത് രീതിയിൽ ഇരിക്കുമ്പോഴാണോ കുറേയും കൂടി കാമാവുന്നത്, സ്റ്റേബിൾ ആവുന്നത്, സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി പറ്റുന്നത്, ആ രീതിയിലേക്ക് മുൻപോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക.